ഓരോ സെക്കൻഡും സാധനം കൺവേ ചെയ്യണം. ഓരോ സെക്കൻഡും സെക്കൻഡ് ഓരോ ഫ്രെയിമിലും ചിലപ്പം ഐഡിയ കൺവേ ചെയ്യേണ്ടി വരും. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ഐഡിയ ഒരു 30 സെക്കൻഡിൽ കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ കാച്ചിക്കുറുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിൻ്റെ എൻഡ് റിസൾട്ട് അതാവണം. ആ പ്രോഡക്റ്റ് ഇറങ്ങണമെന്ന് ആലോചിക്കണം, ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ ചേർക്കണമെന്ന് ആലോചിക്കണം, ആ പ്രോഡക്റ്റിൻ്റെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിക്കണം. അവിടെ നമുക്ക് എന്ത് ഡിഫറൻ്റ് ആയിട്ട് പറയണം. ഈ ആലോചനയിൽ തന്നെ ഈ പറയുന്ന 30 സെക്കൻഡ്സിലേക്കും അതിലൊരു സെക്കൻഡിലേക്കും അല്ലെങ്കിൽ 2 സെക്കൻഡിലേക്കും ഇത് ചുരുങ്ങുന്നുണ്ട്. പലപ്പോഴും വലിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവും ഒരു സെക്കൻഡിൽ അവർക്കുണ്ടാകുന്ന ഒരു തോട്ടാണ്. ശരിക്കും പരസ്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മളേക്കും 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വരെ നമുക്ക് മൈക്രോ ഡ്രാമാസ് വരെ ചെയ്യാം. മറിച്ച് ബേസിക്കലി ഈ 30 സെക്കൻഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ശരിക്കും നമ്മളുടെ തോട്ട് തുടങ്ങേണ്ടത് ആദ്യത്തെ 3 സെക്കൻഡിൽ നിന്നോ 5 സെക്കൻഡിൽ നിന്നോ ആണ്. 3 സെക്കൻഡിലൊരു തോട്ടാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അതിനെ 5 സെക്കൻഡിലേക്കും 8 സെക്കൻഡിലേക്കും 10 സെക്കൻഡിലേക്കും വലുതാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട നട്ട്ഷെല്ലിൽ നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഒരു ബേസ് ലൈൻ, ഒരു ക്യാപ്ഷൻ, വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം. ഇപ്പം ജിസ്മോനോട് ചോദിച്ചാൽ ജിസ്മോൻ പറയും, ചേട്ടാ ഇത് 3.5 സെക്കൻഡോട് പറഞ്ഞു തീർക്കാൻ കൃത്യമായി പറയും. വളരെ എക്സ്പേർട്ട് ആയിട്ടാണ്. ഞാൻ ജിസ്മോനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജിസ് ജോയ് ഡയറക്ടറായിട്ടുള്ള ജിസ് ജോയ് 3.5 സെക്കൻഡ് കൊണ്ട് ഇത് ചേട്ടാ ഇത് 3 സെക്കൻഡ് കൊണ്ട് തീരുന്ന് നോക്കിയിട്ട് പറയും. അരുൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ, രമേശ് ചേട്ടനുണ്ട്, ഓഫ്കോഴ്സ് നമ്മുടെ പ്രാക്സ് എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും സീനിയർ. അവരൊക്കെ ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന ക്യാപ്ഷൻ വായിച്ചാൽ അപ്പം തന്നെ അവർ പറയും എത്ര സെക്കൻഡ്. അതിൻ്റെ എലാബറേഷൻ അങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ 1 മിനിറ്റിന്റെ തോട്ട് ആലോചിച്ചിട്ട് അത് 5 സെക്കൻഡിലേക്ക് കൊണ്ടുവരല്ല വേണ്ടത്. 5 സെക്കൻഡിൽ പറയാനുള്ളത് കൃത്യമായി ആദ്യം നിശ്ചയിക്കണം. അതിനെ പിന്നെ നമുക്ക് നമ്മുടെ ധാരാളിത്തം, അതായത് തലമുടി ഉണ്ടെങ്കിൽ 4 പാടും കെട്ടാം എന്ന് പറയുന്ന പോലെ പിന്നെ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് അതിനെ 10 സെക്കൻഡ്സും 20 സെക്കൻഡ്സും 30 സെക്കൻഡ്സും ആയിട്ട് എലാബറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കണ്ടന്റ് മിസ്സാവില്ല. നമുക്ക് പറയാനുള്ളത് കല്ലെടുത്തെറിയുന്നത് പോലെ അവിടെ ഉണ്ടാവും. അതുണ്ടാക്കുന്ന റിപ്പിൾസ് ഉണ്ടല്ലോ, അതാണ് ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഏറ്റവും വലിയ വിജയം. ഒരു അഡ്വർടൈസ്മെന്റ് വിജയിക്കുന്നത് അവിടെയാണ്. ഒരു ചെറിയ പോയിന്റ് മതി അതിന്.